അതായത് ഇപ്പം ഇന്ത്യ മാർക്കറ്റ് ക്രാഷ് ആകാൻ പോവാന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഓൾമോസ്റ്റ് ചെറിയ രീതിയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പം നിർമ്മല സീതാരാമൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു FIIs നല്ല രീതിയിൽ സ്ട്രോങ് ആണ്, അവർ പിടിച്ചു നിർത്തുന്നുണ്ട് എന്നുള്ളത്. എന്ത് തന്നെയാണെങ്കിലും FIIs നല്ല സ്ട്രോങ് തന്നെയാണ്. അപ്പം ഈ ഡോളർ ഇൻഡെക്സ്, അതായത് DXY എന്ന് പറയുന്നത് ഒരു 120 റേഞ്ചിലേക്ക് പോവുകയാണ് അതിൻ്റെ വാല്യൂ. ഇതുപോലെ തന്നെ ഇന്ത്യൻ റുപ്പീസിൻ്റെ വാല്യൂ ഒരു 93 94ലേക്ക് വരികയാണെങ്കിൽ, വാല്യൂ കുറയുകയാണെങ്കിൽ നമുക്ക് മീൻ ചെയ്യാൻ പറ്റുന്നത് ഇപ്പം പുറത്തുനിന്ന് ഒരാൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഇന്ത്യൻ റുപ്പീസിന് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുക, അവർ ഡോളറിൽ അവർക്ക് അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവരിത് വിഡ്രോ ചെയ്യും. ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് അവരതങ്ങ് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഹ്യൂജ് സെൽ ഓഫ് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഇൻവെസ്റ്റേഴ്സിന് നല്ല ഇൻപുട്ടാണ്. കാരണം എസ്പെഷ്യലി ഷോർട്ട് ടൈമിലേക്ക്. ലോങ് ടൈം ആകുമ്പോൾ പ്രശ്നമില്ല. കാരണം ലോങ് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് ഹെവി ആയിട്ട് അതെന്തായാലും ഈ 93 വന്നെന്ന് പറഞ്ഞാലും ഈ DXY 120 പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് സ്റ്റേബിലൈസ് ആകും അൾട്രാ ലോങ് ടൈമിലേക്ക്. ബട്ട് ഷോർട്ട് ടൈമിലേക്കാണ് ഇല്ലെങ്കിൽ ഒരു ലോങ് ടൈമിലേക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് നല്ല ഇതുകൂടെ നോക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഡോളർ ഇൻഡെക്സ് DXY ഇല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് ചെയ്യുന്നതും FIIസിൻ്റെ DISൻ്റെ ഡേറ്റാസ് നോക്കുന്നതും എപ്പോഴും നല്ലതാണ് ഇൻവെസ്റ്റേഴ്സിന്, എസ്പെഷ്യലി ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന്.